ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ ദേഷ്യം കൊണ്ട് മഹേഷിനെ കൊല്ലും ഞാനിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും സിദ്ധാർത്ഥിനെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരും പറയുകയാണ്, നീ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട, എന്തായാലും മഹേഷിനെ ഞങ്ങൾ പിടിക്കും, ഇനി ഞങ്ങളും അവനും തമ്മിലുള്ള ദൂരം അകലെയല്ല. അപ്പോഴേക്കും ചന്ദ്രികയും ഓടിക്കതച്ചുകൊണ്ട് വന്ന് പറയുകയാണ്, സിദ്ധു സാർ പ്ലീസ്, ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിൽ സാറ് തലയിടല്ലേ, വെറുതെ സാർ ഇതിനിടയിൽ വരല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ യാചിക്കുകയാണ്. എന്തായാലും ഇത്ര വരെ എത്തിയില്ലേ, ഇനി പോലീസുകാർ നോക്കിക്കോളൂ അവൻ്റെ കാര്യം. സിദ്ധാർത്ഥ് മറുപടിയൊന്നും പറയാതെ എല്ലാവരെയും നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്രിക പോലീസുകാരനോട് പറയുന്നുണ്ട്, സർ, ആ മഹേഷിനെ എന്തെങ്കിലും ചെയ്യ് സർ, അവൻ കാരണം ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ സമാധാനം ഇല്ലാതെയാണ് ജീവിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മഹേഷിൻ്റെ കയ്യിൽ നിന്നും നീയും മലരും എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നത്? നിങ്ങളെ മഹേഷ് എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നത്? സംഭവിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുകയാണെങ്കിൽ അത് ഞങ്ങളുടെ അന്വേഷണത്തെ സഹായിക്കും. ആ സമയത്ത് ചന്ദ്രിക സംഭവിച്ച കാര്യങ്ങളൊക്കെ വള്ളിപുള്ളി തെറ്റാതെ പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മഹേഷ് കോൾ ചെയ്തിട്ട് അവളോട് എവിടെയാണ് എത്താൻ പറഞ്ഞത് എന്നും അവൻ അവളെ ഭീഷണിപ്പെടുത്തിയതും പിന്നീട് അവിടെ എത്തിയപ്പോൾ മഹേന്ദ്രൻ്റെ കയ്യിൽ നിന്നും 2 കോടി രൂപ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതും, അതിൻ്റെ പേരിൽ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന താലി അഴിച്ചെടുക്കാൻ വേണ്ടി മഹേഷ് ശ്രമിച്ചതും അവനും അവളും തമ്മിൽ അവിടെ വെച്ചൊരു തല്ല് ഉണ്ടായതും പിന്നീട് ചന്ദ്രിക മഹേഷിൻ്റെ തലയ്ക്ക് അടിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതുമായ മുഴുവൻ കാര്യങ്ങളും പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് സംഭവിച്ചത് വ്യക്തമായിട്ട് എല്ലാവരും അറിയുന്നതും. അവസാനം പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആ മഹേഷ് എവിടെ ഉണ്ടാവുമെന്ന് നിനക്കറിയാമോ? താൻ ബിയർ ബോട്ടിൽ വെച്ചിട്ട് അവൻ്റെ തലക്കടിച്ചത് കാരണം അവൻ അവിടെ ബോധം കെട്ട് വീണതാണെന്ന് ചന്ദ്രികയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, മഹേഷ് അവിടെ ബോധം കെട്ട് വീണതാണ് സർ, അതുകൊണ്ട് ഇപ്പോഴും അവൻ അവിടെ തന്നെ ഉണ്ടോ അതോ അവൻ രക്ഷപ്പെട്ടു പോയോ എന്നൊന്നും എനിക്കറിയില്ല. ശരി, നീ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ആ ലൊക്കേഷനിൽ പോയിട്ട് നോക്കാം. ഇനിയൊരു പക്ഷെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചോളാം. തൽക്കാലം കുറച്ചു കാലത്തേക്ക് നീയും മലരും സിദ്ധാർത്ഥും ഒന്നും പുറത്തേക്ക് അധികം ഇറങ്ങേണ്ട. ഞങ്ങൾ മഹേഷിനെ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് സാധാരണയായിട്ട് തന്നെ പുറത്തു പോവാം. അതിനുശേഷം മാത്രം ഇനി മലറിനെ സ്കൂളിലേക്ക് വിട്ടാൽ മതി. ശരി സർ. സിദ്ധു, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ ശ്രദ്ധിച്ച് ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിനൊരു ഉപദേശം കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ മഹേന്ദ്രനും പറയുന്നുണ്ട്, സിദ്ധു, അദ്ദേഹം പറഞ്ഞത് നീ കേട്ടില്ലേ, നീ ഒന്ന് ക്ഷമയോടെ നിൽക്ക്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. പിന്നീട് സിദ്ധാർത്ഥ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതേസമയം മഹേഷിൻ്റെ അടുത്താണല്ലോ മേഘ ഉണ്ടായിരുന്നത്. മേഘയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ചന്ദ്രിക മഹേഷിൻ്റെ തല്ലിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കേട്ടപ്പോൾ. അതെ, ഞാൻ കരുതി നീ ഇങ്ങനെ തന്നെ ഓരോന്നും കാട്ടിക്കൂട്ടുമെന്ന്, അല്ലെങ്കിൽ തന്നെ നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല. നീ എന്ത് കാര്യമാണ് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്? നിന്നെ വിശ്വസിക്കുന്നത് വലിയ വിഡിത്താണ്. മഹേഷ് വയ്യെങ്കിലും കഷ്ടപ്പെട്ട് എഴുന്നേക്കുകയാണ്. എന്നിട്ട് തലക്കൊക്കെ കൈവച്ചുകൊണ്ട് മേഘയോട് പറയുന്നുണ്ട്, എന്ത് വേസ്റ്റാണ് ഞാനെന്നോ? ഇപ്പം തന്നെ ഞാൻ അവളെ കണ്ടുപിടിച്ച് ഞാൻ അവളെ കൊന്നുകളയും, നീ നോക്കിക്കോ. പിന്നെ മണ്ണാങ്കട്ട, നീ എന്ത് ചെയ്യാനാ? നീ അവളെ തട്ടിക്കൊണ്ടു വന്ന സമയത്ത് നിനക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പം നിന്നെ തല്ലിയിട്ട് ഓടി രക്ഷപ്പെട്ടവളെ ഇനി പോയി കണ്ടുപിടിച്ചിട്ട് നീ അവളെ കൊല്ലും, വെറുതെ വായ്ത്താളം പറയാതെ. മേഘയ്ക്ക് അവളുടെ നിരാശയും ദേഷ്യവും അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും മഹേന്ദ്രനെ ഭീഷണിപ്പെടുത്തി 2 കോടി രൂപ നീ തട്ടിയെടുക്കുമെന്നും അതിൽ നിന്ന് കുറച്ചെങ്കിലും എനിക്ക് കിട്ടുമെന്നൊക്കെ ഞാൻ വെറുതെ മോഹിച്ചു. നീ എല്ലാം നശിപ്പിച്ച് കയ്യിൽ തന്നല്ലോ, നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി. മേഘ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ദേഷ്യത്തോടെ. പക്ഷേ ആ സമയത്ത് എഴുന്നേറ്റ് നിന്നതോടുകൂടി മഹേഷിന് തീരെ വയ്യാതാവുകയാണ്. അവൻ്റെ തലയിങ്ങനെ കറങ്ങുന്നത് പോലെ അവന് തോന്നുന്നുണ്ടായിരുന്നു. മേഘയെ തന്നെ കണ്ണിൽ മങ്ങിക്കൊണ്ടാണ് അവൻ കാണുന്നത്. മേഘയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അപ്പോൾ മഹേഷ് വയ്യാതെ പറയുന്നുണ്ട്, മേഘ, എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നത് പോലെ, തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നു, നീ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ? ഹോസ്പിറ്റലിലേക്കോ? നിന്നെയോ? ഞാനോ? അല്ലേ തന്നെ പോലീസുകാർ എന്നെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അതിനു പുറമെ ഞാൻ നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. നിന്റെ കൂടെ പോലീസ് എന്നെയും കൂടെ ചേർത്ത് പിടിച്ചോളും. അതിനു വേണ്ടി ആയിരിക്കും നീ പറയുന്നത്. മേഘ, എനിക്ക് വല്ലാതെ തലകറങ്ങുന്നു, തലവേദനിച്ചിട്ട് വയ്യ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്. മഹേഷ് ശരിക്കും ബോധം കെടുന്ന അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അവൻ ഒട്ടും വയ്യ, അവനിങ്ങനെ തലകറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ മേഘ അപ്പോഴും തീർത്തും കാരുണ്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. എന്നെ കൊണ്ട് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. മേഘ, എനിക്ക് വയ്യ, ഞാനിപ്പോൾ ബോധം കെട്ട് വീഴും, എനിക്ക് തീരെ വയ്യ, ഞാൻ മരിച്ചു പോവും എന്നൊക്കെ മഹേഷ് യാചിക്കുന്നുണ്ടെങ്കിലും മേഘ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല.
ശരി ഞാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് മേഘ മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും പിന്നീന്ന് മഹേഷ് അവനെ കൊണ്ടാവുന്നത് പോലെ പറയാണ്, മേഘ പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിട്, എന്താ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൻ ശരിക്കും കുഴഞ്ഞിട്ട് അവിടെ നിലത്തിരിക്കുന്നുണ്ട്. മേഘയാണെങ്കിൽ തിരിഞ്ഞ് അവനെ നോക്കിക്കൊണ്ട് മനസ്സിലിങ്ങനെ പിറുപിറുക്കാണ്, യൂസ്ലെസ് ഫെല്ലോ. എന്നിട്ട് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവാണ്. അപ്പോഴേക്കും മഹേഷ് ശരിക്കും കുഴഞ്ഞ് അവിടെ നിലത്തിരുന്നിട്ടുണ്ടായിരുന്നു. അവന് തല പൊട്ടിപ്പൊളിയുന്നത് പോലെ തോന്നുവാണ്. പക്ഷേ ബോധം അപ്പോഴും മറഞ്ഞിട്ടില്ല. മേഘയാണെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ആ ഗോഡൗണിനരികിലായിട്ട് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുന്നത് മേഘ കാണുന്നത്. മേഘ ശരിക്കും ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. ജോയിൻറ്റ് കമ്മീഷണർ ഉൾപ്പെടെ ഒരു പോലീസ് സംഘം തന്നെ ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ മേഘ ശരിക്കും പേടിച്ചിട്ട് ചിന്തിക്കുകയാണ്, അയ്യോ പോലീസുകാരല്ലേ വരുന്നത്, മഹേഷിനെ പിടിക്കാനായിരിക്കും വരുന്നത് ചന്ദ്രിക പറഞ്ഞത് പ്രകാരം. ഇനി മഹേഷിൻ്റെ കൂടെ എന്നെയും കൂടെ ചേർത്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എന്നെയും തട്ടിക്കൊണ്ടു പോകും. അപ്പോൾ കമ്മീഷണർ മറ്റുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്, അകത്ത് കയറി ഒരു സ്ഥലം പോലും ഒഴിവാക്കാതെ മുഴുവനായിട്ട് തിരയണം, അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ശരി സർ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഗോഡൗണിനകത്തേക്കാണ് കയറാൻ ആദ്യം പോകുന്നത്. ആ സമയം കൊണ്ട് മേഘ തിരിച്ചോടി മഹേഷിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മഹേഷ് എന്താ മേഘ, എന്താ തിരിച്ചു വന്നത്? മഹേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അയ്യോ പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? മഹേഷ് വീണ്ടും എഴുന്നേൽക്കുകയാണ്. അവനൊട്ടും വയ്യെങ്കിലും അവൻ എഴുന്നേറ്റ് നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. തലയ്ക്ക് വയ്യെങ്കിലും മങ്ങലൊക്കെ ഉണ്ടെങ്കിലും അവൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മേഘ പറയാണ്, അയ്യോ പോലീസുകാർ കാണാതെ എങ്ങനെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടു പോവുക? അപ്പോൾ മഹേഷ് തിരിച്ചു പറയാണ്, എന്തിന് രക്ഷപ്പെടണം, എന്തായാലും ഒരു ദിവസം പോലീസുകാർ നമ്മളെ പിടിക്കുക തന്നെ ചെയ്യും. അത് കേട്ടതും മേഘയ്ക്ക് ദേഷ്യവും അമ്പരപ്പും ഒരുപോലെ തോന്നുവാണ്. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട്. കാരണം അവൻ പിടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും താനും പിടിക്കപ്പെടും. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് തന്നെ ഞാൻ പോലീസിൽ സറണ്ടർ ആവാൻ പോവാണ്. മേഘയ്ക്ക് ഇങ്ങനെ മഹേഷിനെ കൊല്ലാൻ വേണ്ടി അവൾ പല്ല് അടിച്ച് നിൽക്കുകയാണ്. വാ മേഘ നമുക്ക് പോയി പോലീസിൽ സറണ്ടർ ആവാം. മഹേഷ് പറയുന്നുണ്ട്. ഞാൻ എന്തിന് സറണ്ടർ ആവണം? മേഘ അവനോട് ദേഷ്യത്തോട് ചോദിക്കുകയാണ്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും നിനക്കും പങ്കില്ലേ? മഹേഷ് പറഞ്ഞത് കേട്ടപ്പോൾ മേഘയ്ക്ക് മനസ്സിലായി, ഒരുപക്ഷെ തീർച്ചയായിട്ടും അവന് തന്നെയും കൂടെ പോലീസിൽ ഒറ്റുകൊടുക്കും എന്നുള്ളത്. ഞാൻ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതിയോ? അതെന്താ അങ്ങനെ? നീയും എനിക്കൊപ്പം ശിക്ഷ അനുഭവിക്കണം. മഹേഷ് പറഞ്ഞത് കേട്ടതും മേഘയ്ക്ക് വല്ലാത്ത പേടി തോന്നുവാണ്. അവൻ തന്നെയും കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് മേഘയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. വാ മഹേഷ് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നീ കളിക്കുന്നത് നിർത്ത്, ആദ്യം എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് പറ. മഹേഷിന് ആ സമയത്തും തല പൊട്ടിപ്പൊളിയുന്നത് പോലെ ഉണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ നീ എന്നെ ഉപയോഗിക്കും, എന്നാൽ എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നീ എന്നെ പകുതി വഴിക്കിട്ടിട്ട് പോയിക്കളയും അല്ലേ? മഹേഷ് പറയുന്നതിന് മറുപടി ഒന്നും പറയാനല്ല മേഘ നിൽക്കുന്നത്. പോലീസുകാർ തന്നെ അന്വേഷിച്ച് വരുന്നുണ്ടോ എന്നാണ് അവൾ ചുറ്റിലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എങ്ങനെയാണ് നിന്നെ വിശ്വസിക്കുക? അയ്യോ മഹേഷ്, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് പറഞ്ഞ് സംസാരിക്കാം. ആദ്യം എങ്ങനെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് പോവാന്ന് പറ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. മഹേഷ് അപ്പോഴും പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധനായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അതാ ആ കാണുന്ന വലിയ മതിലില്ലേ, അത് ചാടിക്കടന്ന് പോവുക, അതുമാത്രമേ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ. പക്ഷെ ആ മതിൽ കണ്ടതും മേഘ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും മഹേഷ് പരിഹാസത്തോടെ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, ഞാൻ എങ്ങനെയെങ്കിലും ആ മതിൽ കടന്ന് ചാടി രക്ഷപ്പെട്ടു പോവും. പക്ഷേ നീ എങ്ങനെ പോവും? നിന്നെക്കൊണ്ട് ആ മതിൽ ചാടിക്കടന്ന് പോവാൻ സാധിക്കുമോ? മഹേഷ് തലയിൽ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും മേഘയ്ക്ക് ആപ്പ് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇനി കുറച്ചു നേരം കൊണ്ട് നീ പോലീസിൻ്റെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവും. മഹേഷ്, നീ കാരണം, നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് കാരണം നീയാണ് എന്നെ ഇവിടെ ഒറ്റ കൊടുത്ത് പോകുന്നതിന് തുല്യമാവുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നീ തന്നെ പറഞ്ഞു തരണം. എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടുമ്പോൾ എന്നെയും ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോ. അപ്പോൾ മഹേഷ് ചിരിച്ചുകൊണ്ട് പറയാണ്, സോറി, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ നിനക്കും ഹെൽപ്പ് ചെയ്യണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. മഹേഷ് തീർത്തു പറഞ്ഞത് കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ഞെട്ടലും ദേഷ്യവും ഒരുമിച്ച് വരികയാണ്. എന്താ നീ പറഞ്ഞത് എന്ന് പറഞ്ഞു തീർന്നതും മഹേഷിൻ്റെ ചെകിട്ടത്ത് നോക്കി മേഘ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. തലയുടെ ഭാരം തന്നെ മഹേഷിന് താങ്ങാവുന്നതിനും അധികമായിരുന്നു. അവൻ തലയ്ക്ക് കൈവച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. മേഘയെ ദേഷ്യത്തോടെ അവൻ ഇങ്ങനെ കടുപ്പിച്ച് നോക്കുകയാണ്, തല പിടിച്ചുകൊണ്ട്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, റാസ്കൽ, എത്ര പണം എൻ്റെ കയ്യിൽ നിന്നും നീ വാങ്ങിച്ചതാണ്, എന്നിട്ട് നാണമില്ലാതെ ഇങ്ങനെ പറയുന്നോ? ഇപ്പോൾ നീ വലിയ ആളായി എന്നാണോ നിൻ്റെ വിചാരം? എൻ്റെ കയ്യിൽ പണമില്ലെന്ന് കരുതി നീ ഇപ്പോൾ വലിയ ആളാണെന്നാണോ നീ കരുതുന്നത്? വലിയ ആളായിട്ട് ഇപ്പം എന്നോട് സംസാരിക്കാൻ നിൽക്കേണ്ട. അവൻ്റെ ഒരു നിയമവും നീതിയും. അവനെ രക്ഷപ്പെടാൻ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യില്ല പോലും. അപ്പോൾ മഹേഷും തിരിച്ചു പറയുന്നുണ്ട്, ഏയ്, ഞാൻ എൻ്റെ സന്തോഷത്തിൽ ദീപയുമായിട്ട് സമാധാനത്തോടെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നതല്ലേ, അതിനിടയിലേക്ക് നീയാണ് കയറി വന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലേക്ക് എന്നെ നീയാണ് വലിച്ചിട്ടത്.
അത് കേട്ടപ്പോൾ മേഘ മറുത്തൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം മഹേഷ് ചന്ദ്രികയെ ഒഴിവാക്കിയിട്ട് ദീപയ്ക്കൊപ്പം വേറൊരു ജീവിതമായിട്ട് പോയതാണ്. അവിടെ നിന്ന് ചന്ദ്രികയെ നശിപ്പിക്കാൻ വേണ്ടി മേഘ വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു മഹേഷിനെ. അതുകൊണ്ടാണ് ചന്ദ്രിക ദീപയായിട്ടുള്ള അവൻ്റെ ബന്ധവും അവൻ്റെ ആ ജീവിതവും ഒക്കെ നശിപ്പിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നതിനിടയിലേക്ക് നീയാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ മേഘ പറയുന്നുണ്ട്, മിണ്ടാതെ നിൽക്ക്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നീ കാരണമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അക്യൂസ്ഡ് ആയിട്ട് വരെ ഞാൻ മാറിയത്. നീ എന്താ വലിയ യോഗ്യനായവനെ പോലെ സംസാരിക്കുന്നത്, റാസ്കൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ തല്ലാൻ വേണ്ടി മേഘ കയ്യോങ്ങിയതാണ്. പക്ഷേ ഇത്തവണ മഹേഷ് അവളുടെ കൈകൾ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അമർത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല പാവല്ലേ, തല്ലിയിട്ട് പോവുകയാണെ പോട്ടെ എന്ന് വിചാരിച്ച സമയത്ത് നീ വലിയ ആളാവാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് മേഘയ്ക്ക് തിരിച്ചൊന്ന് ചെകിട്ടത്ത് പൊട്ടിച്ചു കൊടുത്തിട്ട് അവളെ പിടിച്ചവിടെ തള്ളിയിടുവാണ്. മേഘ ആ അടി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല മഹേഷിൻ്റെ തഴമ്പ് പിടിച്ച കൈകൾ കൊണ്ട് അടിച്ചതുകൊണ്ട് തന്നെ മേഘയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുവാണ്. അവളവിടെ നിലത്തിരുന്നിട്ട് മഹേഷിനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് നോക്കുന്നത്. അപ്പോഴും മഹേഷ് തലയ്ക്ക് കൈകൾ വെച്ചുകൊണ്ട് നിലത്ത് കാലുറക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, എല്ലാറ്റിനും കാരണം നീ ഒരാളാണ്. ഞാൻ മാത്രം എന്തിനാ ജയിലിൽ പോയി കഷ്ടപ്പെടുന്നത്? നീ കാരണമാണ് ഞാൻ ഈ തെറ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. നിലത്തിരുന്നു കൊണ്ട് മഹേഷ് പറയുന്നത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മേഘ. അപ്പോഴാണ് മഹേഷ് പറയുന്നത്, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ മെയിൻ കാരണം നീയാണെന്ന് പോലീസിന് മുന്നിൽ പറയാൻ പോവുകയാണ് ഞാൻ. മഹേഷ് പറഞ്ഞത് കേട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് മേഘ. അതുമാത്രമല്ല, പറഞ്ഞു തീർന്നതും മഹേഷ് പോലീസുകാരുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഏയ് മഹേഷ് മഹേഷ്! മേഘ നിലത്ത് നിന്നും ചാടി എഴുന്നേക്കാണ്. അയ്യോ, ഇവൻ പോയി പോലീസിൽ സറണ്ടർ ആയിക്കഴിഞ്ഞാൽ ഞാനും ഇവനൊപ്പം അകത്തേക്ക് പോവേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് മേഘ മഹേഷിന് പിന്നാലെ പോവാണ്. അയ്യോ വേണ്ട മഹേഷ്, പറഞ്ഞാൽ കേൾക്ക്, നിൽക്ക് എന്നൊക്കെ മേഘ പിന്നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആദ്യം തിരക്ക് പിടിച്ചിട്ട് മഹേഷ് നടന്നെങ്കിലും പിന്നീട് അവന് തലകറങ്ങുന്നത് കൊണ്ട് മെല്ലയെ നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മഹേഷ് വേണ്ട, നിന്നോടാ പറഞ്ഞത് വേണ്ട എന്നൊക്കെ മേഘ പറയുന്നുണ്ടെങ്കിലും മഹേഷ് അതൊന്നും ഗൗനിക്കാതെ മുന്നോട്ടേക്ക് തന്നെ നടക്കുവാണ്. കുറച്ചുകൂടി മുന്നോട്ടേക്ക് എത്തിയതും വളരെ പയ്യാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് വന്ന മേഘ വലിയൊരു ദണ്ട് വെച്ചിട്ട് മഹേഷിൻ്റെ തലയ്ക്ക് നോക്കിയിട്ട് ഒരു അടി കൊടുക്കുകയാണ്. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായതുകൊണ്ടും പെട്ടെന്ന് അത്രയും വലിയൊരു ഭാരമുള്ള വസ്തു വെച്ച് തലക്കടിച്ചതുകൊണ്ടും മഹേഷ് ശരിക്കും കണ്ണ് തള്ളിപ്പോയ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൻ എങ്ങനെയൊക്കെയോ പുറംതിരിഞ്ഞ് നോക്കുന്ന സമയത്ത് മേഘ രൗദ്രഭാവത്തോടെ തന്നെ കൊല്ലാൻ കയ്യോങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവനൊന്നും പറയാൻ സാധിക്കുന്നില്ല. മഹേഷിൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞടഞ്ഞ് പോവുകയാണ്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എന്നെ കൊണ്ട് കരുതിയത്? നീ പോയിട്ട് പാവത്തിനെ പോലെ നിന്ന് മാപ്പ് സാക്ഷിയാവും, എന്നിട്ട് ഞാൻ പോയി പോലീസിൻ്റെ കസ്റ്റഡിയിൽ കിടക്കണം അല്ലേ? എല്ലാ തെറ്റുകളും എൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നീ നല്ലവനായിട്ട് മാറും. അതിനേക്കാളും നല്ലത് നീ ഇവിടെ കിടന്ന് തന്നെ ചാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ വടിവെച്ച് വീണ്ടും മഹേഷിൻ്റെ തലയുടെ മുൻഭാഗത്തു കൂടി മേഘ തല്ലുവാണ്. ഒന്നാമതേ മഹേഷ് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ മേഘയായിട്ട് വീണ്ടും ഒരു ഫൈറ്റിന് മഹേഷിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മേഘയുടെ രണ്ടാമത്തെ അടിയിൽ മഹേഷ് അവിടെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുകയാണ്, ചന്ദ്രികയെ നീ തട്ടിക്കൊണ്ട് വന്നു. ചന്ദ്രിക നിന്നെ ബിയർ ബോട്ടിൽ വെച്ച് അടിച്ചിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. ആ ബിയർ ബോട്ടിൽ വെച്ചുള്ള അടിയിലാണ് നീ മരണപ്പെട്ടത് എന്നും അതുകൊണ്ട് ചന്ദ്രികയെ പോലീസ് പിടിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രണ്ട് ശല്യങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും ഒരേ സമയം തന്നെ രണ്ടു ഭാഗത്ത് തീർന്നു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ദണ്ട് വെച്ച് മഹേഷിൻ്റെ തലയ്ക്ക് നോക്കി ഒന്നുകൂടെ കൊടുക്കുവാണ്. ആ അടിയിൽ ശരിക്കും പറഞ്ഞാൽ മഹേഷ് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ ചുറ്റിലും നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ദണ്ട് അവളുടെ സാരി തലപ്പ് വെച്ച് അവളുടെ ഫിംഗർ പ്രിൻ്റ് മായ്ക്കാൻ വേണ്ടി തുടയ്ക്കുവാണ്. അങ്ങനെ ഒരുപാട് സമയം അത് തുടച്ചിട്ട് അതവിടെ കുറച്ചടുത്ത് മഹേഷിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇട്ടിട്ട് മേഘ വീണ്ടും ചുറ്റിലും നോക്കുന്നുണ്ട്. പോലീസുകാരും വന്നിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവൾ അവിടെ നിന്നും വേഗം ഓടി രക്ഷപ്പെടുവാണ്. എന്നിട്ട് ഓടിപ്പോയി മഹേഷ് പറഞ്ഞ ആ ഒരു മതിലിൻ്റെ അടുത്തേക്ക് പോയി നോക്കുവാണ്. അവളെ കൊണ്ടാവുന്നത് പോലെ അവൾ ആ മതിൽ ചാടിക്കിടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും മേഘയ്ക്ക് ആ മതിൽ ചാടിക്കിടക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മേഘ വല്ലാതെ ക്ഷീണിച്ച് പരവശയായിട്ട് ചുറ്റിലും നോക്കുവാണ്, എന്തെങ്കിലും മാർഗമുണ്ടോ തനിക്ക് രക്ഷപ്പെടാനെന്ന് നോക്കിയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് ദൂരത്തായിട്ട് ഒരു ഡ്രം കിടക്കുന്നത് കാണുകയാണ്. മേഘ വേഗം തന്നെ ഓടിപ്പോയിട്ട് ആ ഡ്രം പൊന്തിച്ചിട്ട് അത് കമഴ്ത്തി വെക്കുകയാണ്. എന്നിട്ട് അതിനെ ഭാരത്തോടെ കൂടി തന്നെ അതിനെ മെല്ലെ മെല്ലെ വലിച്ചിട്ട് ആ ഒരു മതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് മേഘ ആ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുന്നത്. മേഘ പോയിട്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ മഹേഷും മേഘയും നിന്ന് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നോക്കിയതിന് ശേഷം ആരെയും കാണാത്തത് കൊണ്ട് പോലീസുകാർ തിരിച്ച് ഗോഡൗണിനകത്തേക്കാണ് കയറുന്നത്. അവരോരോ മുക്കും മൂലയും പരിശോധിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരസ്പരം നിരാശയോടുകൂടി മഹേഷ് അവിടെയൊന്നും ഇല്ലെന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം ജോയിൻറ്റ് കമ്മീഷണർ വീണ്ടും പറയുന്നുണ്ട്, നമുക്കൊന്നുകൂടി പുറത്തൊക്കെ നോക്കാം, അവൻ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്ന്. അങ്ങനെ അവർ വീണ്ടും പുറത്തിറങ്ങി വന്ന് നോക്കുവാണ്.
അങ്ങനെ ഒരുപാട് സമയം അവിടെ ചുറ്റിലും നോക്കുന്ന സമയത്താണ് അവിടെ ദൂരത്തായിട്ട് ഒരു ബോഡി കിടക്കുന്നത് പോലെ അവർ കാണുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.